അമരക്കാരൻ ആ ഉണ്ണി ദിനേശ് നിന്ന് കുത്തുന്നത് കാണുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ ട്രാക്കിലുള്ള സൂപ്പർ ജെറ്റിന്റെ അമരക്കാരൻ മനോജ് അങ്ങനെ അങ്ങനെ കല്ലായം കുത്തിയെറിഞ്ഞുകൊണ്ട് അങ്ങനെ ആ മനോജ് കുത്തിയെറിയുമ്പോൾ ആ വെള്ളത്തുള്ളികളിൽ അങ്ങനെ മഴവില്ല് തീർക്കുന്ന മനോഹരമായ കാഴ്ച വജ്രയും സൂപ്പർ ജെറ്റും തമ്മിലുള്ള ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിന്റെ നേർക്കാഴ്ചയാണ് അങ്ങനെ ഓറഞ്ച് ജേഴ്സി ഒക്കെയാണെന്ന് ആദ്യത്തെ വജ്ര അങ്ങനെ നിങ്ങളൊന്ന് കാണൂ ഒപ്പത്തിനൊപ്പം ഇതാ കാണൂ ഉജ്ജ്വലമായ വജ്രയാണോ സൂപ്പർ ജെറ്റാണോ വജ്രയാണോ എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ചങ്കുപൊട്ടിയുള്ള ഒരു മത്സരമാണ് നമുക്കിപ്പോ ഇവിടെ കാണാൻ കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആ അമരക്കാരോട് ശ്രദ്ധിക്കുക, ആ വഞ്ചി തമ്മിൽ മുട്ടാതെ ശ്രദ്ധിക്കുക. കാരണം ഇന്നലെ അടുത്ത മത്സരത്തിന് അവിടെ ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോ രണ്ടാമത്തെ ട്രാക്കിലൂടെ കായൽപ്പടയും മൂന്നാമത്തെ ട്രാക്കിലൂടെ മികായേലും ഒപ്പത്തിനൊപ്പം കട്ടയ്ക്ക് കട്ടയെ മത്സരിച്ചുകൊണ്ട് പടയ്ക്ക് ഭരതം നല്ലു പറവാൻ പൈങ്കിളി നല്ലു പറക്കുന്ന പക്ഷികളിൽ ആര് കേമൻ, ആര് ഒന്നാം സ്ഥാനക്കാരനെന്ന് ഇനിയും പ്രവചിക്കാനാവാത്ത വിധത്തിൽ വാശിയേറിയ നിമിഷങ്ങൾ ജലോത്സവ പ്രേമികൾക്ക് സമ്മാനിച്ചുകൊണ്ട് ആഴങ്ങളിൽ ഈ പൂക്കൈതപ്പുഴയുടെ ആഴങ്ങളിൽ ഇടിമുഴക്കം സൃഷ്ടിച്ചുകൊണ്ട് ഓളങ്ങളിൽ പ്രകമ്പനം തീർത്തുകൊണ്ട് മൂന്ന് വഞ്ചികളും ജലരാജാക്കന്മാരാകാൻ അതാ ഒപ്പത്തിനൊപ്പം മൂന്നാമത്തെ ട്രാക്കിലൂടെ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന കായൽപ്പടയാണോ മൂന്നാമത്തെ ട്രാക്കിലൂടെ മികായേലാണോ പ്രവചിക്കാൻ സാധിക്കാത്ത വിധത്തിൽ വാശിയേറിയ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കടന്നു വരുന്നു. ഒപ്പത്തിനൊപ്പം അതെ ഇനിയും ഒരു കടന്നു വെട്ടിയ പോരാട്ടത്തിന് ഇനിയും സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതാ രണ്ട് വഞ്ചികളും നമ്മുടെ യുവരാജ് വരുമ്പോ രണ്ടാമത്തെ ട്രാക്കിലൂടെ നടുഭാഗത്തുള്ള ട്രാക്കിലൂടെ കൊച്ചുകൊമ്പനും കടന്നു വരുന്നു. സാന്റോസ് ക്ലബ്ബ് നയിക്കുന്ന കൊച്ചുകൊമ്പനും യുവരാജ അതെ സഖാവ് കൊരട്ടിയും കുഞ്ഞിമാൻ സ്മരണാർത്ഥം വീട്ടുരുചി വനിതാ ഹോട്ടൽ കടവനാടിന്റെ യുവരാജയും കടന്നു വരുമ്പോ സ്പോൺസർഷിപ്പിലുള്ള യുവരാജ്യം കടന്നു വരുമ്പോ ഒപ്പത്തിനൊപ്പമുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് അങ്ങനെ ആര് വിജയിക്കും ആര് പരാജയപ്പെടുമെന്ന് ഒരിക്കലും പ്രവചിക്കാനാവാത്ത വിധത്തിൽ എന്റെ പ്രിയപ്പെട്ട കാണികളെ നിങ്ങളൊന്ന് കൈയടിച്ച് ഒന്നാവേശം കൊടുക്ക്. ഇതല്ലേ നമ്മൾ ആഗ്രഹിച്ചത്. ഒപ്പത്തിനൊപ്പമുള്ള ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടം. ആര് വിജയിക്കും? ഒരു ചരടിൽ കോർത്ത മുത്തുപോലെ രണ്ടുപേരും കട്ട മത്സരിച്ചുകൊണ്ട് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട കാണികളെ ഒരിക്കൽ കൂടി ഒന്ന് കൈയടിച്ച് ഒന്നാവേശം കൊടുക്കാനല്ലേ ഇതല്ലേ നമ്മൾ ആഗ്രഹിച്ചത്. ആവേശത്തിന്റെ തിരമാലകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇടിമിന്നലുകൾ സൃഷ്ടിച്ചുകൊണ്ട് യുവരാജയും കൊച്ചുകൊമ്പനും യുവരാജയും ഒപ്പത്തിനൊപ്പം അതാ രണ്ടുപേരും അന്ന് ഫിനിഷിംഗ് കുട്ടിയെ മുത്തമിട്ടുകൊണ്ട് കടന്നു വരുന്നു. യുവരാജയാണോ കൊച്ചുകൊമ്പനാണോ വിജയിച്ചതെന്ന് അല്പസമയത്തിനകം തന്നെ നമ്മുടെ ജഡ്ജ്മെന്റ് ഫലം പ്രഖ്യാപിക്കും. ആവേശകരമായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഈ വീരപുത്രൻ പുളിക്കക്കടവനും തമ്മിലുള്ള ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിൽ ഒട്ടും പുറകോട്ട് പോകാതെ തന്നെ പുളിക്കക്കടവനും അങ്ങനെ ഇഞ്ചോടിഞ്ച് പൊരുതുന്നുണ്ട്. രണ്ട് മത്സര വള്ളങ്ങളും തമ്മിൽ ഉജ്ജ്വലമായ ഒരു പോരാട്ടം നടക്കുമ്പോൾ ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന അതായത് ഈ നമ്മുടെ ഈ കടവനാടിന്റെ ഭാഗത്തുകൂടെ കടന്നു വരുന്ന പുളിക്കക്കടവൻ അവന്റെ അതിലെ അമരക്കാരൻ ശിഖുവേട്ടൻ നിന്ന് കുത്തിയെറിയുമ്പോൾ അങ്ങനെ തിക്കിപ്പിടിക്കുമ്പോൾ ആ വീരപുത്രന്റെ
ഒന്നാമത്തെ ട്രാക്കിലൂടെ ബിച്ചുകെട്ട് ന്യൂ ചലഞ്ച് ട്രാൻസ്പോർട്ടിന്റെ ആ സനീഷ് ക്യാപ്റ്റനായിട്ടുള്ള ജോണി വാക്കർ എങ്ങടാ പോയിടാ എന്ന് പറഞ്ഞുകൊണ്ട് ഉജ്ജ്വലമായ ഒരു മേജർ വിഭാഗത്തിന്റെ പോരാട്ടം അങ്ങനെ ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് അങ്ങനെ നടക്കുമ്പോൾ ഈ വീശിയടിക്കുന്ന കായൽക്കാറ്റിന് പോലും ആവേശത്തിന്റെ സുഗന്ധം പടർത്തിക്കൊണ്ട് നമ്മുടെ ഈ കുട്ടയിലക്കായലിന്റെ വടിത്തട്ടിൽ പോരാട്ടത്തിന്റെ തീപടരുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരടിച്ച് അയ്യടാ പോയടാ എന്നുള്ള എന്റെ കാണികളെ എത്ര രസമാണിത്. അങ്ങനെ സാഗര റാണിയും അങ്ങനെ ജോണി വാക്കറും ഒപ്പത്തിനൊപ്പം വരുന്ന ഉജ്ജ്വലമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ജോണി വാക്കറും സാഗര റാണിയും കടവനാണനും തമ്മിലുള്ള മത്സരത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ വഞ്ചികളൊക്കെ കൊല്ലമ്പടിയുടെ പറക്കും കുതിര അതുജ്വലമായ ഒരു പോരാട്ടം കടവനാടിന്റെ ഈ കുക്കൈതപ്പുഴയുടെ തീരങ്ങളെ അവൻ മാറോടക്കി പിടിച്ച് സ്നേഹത്തോടെ ചുംബിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച. ഇത് ഒരു പോരാട്ടമല്ല, ഇതൊരു യുദ്ധമാണ്, ജലയുദ്ധം. അത് പറക്കും കുതിരയും സ്നേഹം കൂട്ടായ്മ കടവനാടിന്റെ അത് വിജയ് ഷൺമുഖൻ അണിയം നയിക്കുന്ന കമീർ അമരം നയിക്കുന്ന കോസ്മോസിന്റെ മുൻകാല ആളുകളുടെ ഓർമ്മ നിലനിർത്താൻ ഇറക്കിയ ഒരു വഞ്ചിയാണ് കോസ്മോസ്. അതുകൊണ്ട് തന്നെ പൂർവികരുടെ ശക്തിയും സ്രോതസ്സും ആർജവമൊക്കെ കോസ്മോസിന്റെ തുഴച്ചിൽക്കാരനുണ്ട്. പക്ഷേ പറക്കും കുതിര കാലങ്ങളായി പറക്കുന്ന കുതിര അത് ഈ പൊന്നാനി താലൂക്കിൽ ആ വെള്ളത്തിലിട്ടാൽ അവൻ പായുന്ന കുതിര. ഇത് കുതിരയുടെയും ഇത് കോസ്മോസിന്റെയും യുദ്ധമാണ്. ഇത് എന്റെ കാണികളെ ഉജ്ജ്വലമായ ഒരു മത്സരം. അമ്പലപ്പറമ്പനും മണിക്കൊമ്പനും തമ്മിലുള്ള ആവേശകരമായിട്ടുള്ള ഒരു മത്സരം. എന്റെ പ്രിയപ്പെട്ട കാണികളെ, നിങ്ങളൊന്ന് ആവേശം കൊടുത്ത് ആർപ്പു വിളിക്ക്. എന്തൊരു മത്സരം! വാട്ട് എ റേസ്, വാട്ട് എ വണ്ടർഫുൾ റേസ്! ഇതാണ് ഞങ്ങൾ കാത്തിരുന്ന മത്സരം. അമ്പലപ്പറമ്പനും മണിക്കൊമ്പനും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഒപ്പത്തിനൊപ്പം കട്ടേ ഒരു ചരടിൽ കോർത്തുവെച്ച മണികുത്തുകളെ പോലെ രണ്ടുപേരും മാറ്റിരിച്ചുകൊണ്ട് എന്തൊരു മത്സരം! ആവേശം ജ്വലിപ്പിക്കുന്ന കാഴ്ചകൾ ജലോത്സവ പ്രേമികൾക്ക് സമ്മാനിച്ചുകൊണ്ട് ദേവുജേത് ട്രാക്കിലേക്ക് ഇനി ആരും വരരുത് എന്ന കാര്യം ഇവിടെ സ്നേഹപൂർവ്വം ഇതിന്റെ സംഘാടകര് വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അമ്പലപ്പറമ്പനും മണിക്കൊമ്പനും തമ്മിൽ മാറ്റിരിച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പം കട്ടേ കൈയടിച്ച് ആവേശം കൊടുക്ക്. അമ്പലപ്പറമ്പനാണോ മണിക്കൊമ്പനാണോ പറയാൻ സാധിക്കാത്ത വിധത്തിൽ ഇടിമുഴക്കം സൃഷ്ടിച്ചുകൊണ്ട് ഓണങ്ങളിൽ പ്രകമ്പനം തീർത്തുകൊണ്ട് അമ്പലപ്പറമ്പൻ മണിക്കൊമ്പൻ, അമ്പലപ്പറമ്പൻ മണിക്കൊമ്പൻ, അമ്പലപ്പറമ്പൻ മണിക്കൊമ്പൻ. ആര് വിജയിച്ചു, ആര് പരാജയപ്പെട്ടു? വഞ്ചി വെള്ളം കയറാൻ നിങ്ങളത് കേൾക്കുന്നില്ലേ? നിങ്ങളൊന്ന് കേൾക്കൂ, നിങ്ങളൊന്ന് കാണൂ. ഈ മനോഹര തീരത്ത് തരുമോ എനിക്കൊരു ജന്മം കൂടി? വയലാറിന്റെ ആ മനോഹരമായ വരികളെ അനർത്ഥമാക്കിക്കൊണ്ട് ഇത്രയേറെ മനോഹാരിത നിറഞ്ഞ ഈ പുണ്യഭൂമിയിൽ, ഈ മനോഹര തീരത്ത് ഇത്രയേറെ അനുഗ്രഹീതമായ ഒരു ജന്മം. ഈ ജന്മത്തിലല്ലേ ഇത്തരത്തിലുള്ള ഈ കായിക വിനോദങ്ങൾ ആസ്വദിക്കാൻ കഴിയൂ. അയ്യടാ പോയടാ എന്നുള്ള താളത്തില്, ആ ഈണത്തില് ഒപ്പത്തിനൊപ്പം എടുത്താലും തൊടുത്താലും തീരാത്ത ആവനാഴിയിലെ അസ്ത്രം പോലെ അവരത നിന്ന് കുത്തി
നോക്കുമ്പോൾ ഇത് ഒരു കുതിരയാണ്. ആ കുതിരയുടെ ശക്തി നിങ്ങൾക്കറിയില്ല. ജെറ്റിനേക്കാൾ വേഗത ഈ കുതിരയ്ക്കുണ്ടെന്ന് പറയുമ്പോൾ അയ്യോ ഇത് എന്തൊരു വലിയാണ്, നിങ്ങളൊന്ന് കാണുന്നില്ലേ? അങ്ങനെ അയ്യടാ പോയടാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവിടെ ഒരു വിസ്ഫോടനം സൃഷ്ടിച്ചുകൊണ്ട് വാട്ടർ ജെറ്റും കായൽ കുതിരയും തമ്മിലുള്ള ഉജ്ജ്വലമായ ഒപ്പത്തിനൊപ്പം നഗ്നനേത്രങ്ങൾ കൊണ്ടുപോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള മത്സരത്തിന്റെ ഫിനിഷ് അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു മത്സരം തന്നെയായിരുന്നു. കായൽ കുതിരയും പരവനാടിന്റെ ഈ മടിത്തട്ടിൽ ഈ പുഴയുടെ തീരങ്ങളിൽ ഈ മത്സരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന ജലറാണി ഒരു അല്പം മുന്നിലാണെന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. കായൽമണി ആരാധന സ്പോർട്സ് ആൻഡ് ക്ലബിന്റെ കായൽമണി അത് സ്പോൺസർ ചെയ്തിരിക്കുന്ന കക്കാട്ടിൽ പ്രദീപാണ്. അങ്ങനെ ഉജ്ജ്വലമായ ഒരു പ്രകടനം നമ്മൾക്ക് കാണാൻ കഴിയുമ്പോൾ അവിടെ ഈ പുഴയിലെ പലതരത്തിലുള്ള നല്ല രസകരമായ കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മത്സര കാഴ്ചകൾ കൂടെ നിങ്ങളൊന്ന് കാണാൻ മറക്കരുത്. ഇത് കണ്ടില്ലേ, ആ പങ്കായങ്ങൾ അരയെണ്ണം പീലി വിടർത്തി അരയെണ്ണത്തിന്റെ ആ തലയെടുപ്പോടുകൂടി ആ വെണ്മയോടുകൂടി ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ഇത് തെച്ചിക്കോട്ട് രാമചന്ദ്രനാണോ അല്ലെങ്കിൽ പാമ്പാടി വാസനാണോ എന്ന് നമ്മളെ വിസ്മയിക്കുന്ന രീതിയിൽ അങ്ങനെ രണ്ട് വള്ളങ്ങൾ ഉജ്ജ്വലമായ ഒരു ക്രൗര്യത്തോടെ കാട്ടുകൊമ്പന്റെ തലയെടുപ്പോടെ ക്രൗര്യത്തോടെ ആ ജലറാണി അങ്ങനെ ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിലൂടെ കായൽമണി അങ്ങനെ ഒരു മാണിക്യം പോലെ വെള്ള ജേഴ്സിയും നീല ബനിയനുമൊക്കെ ഇട്ട് അവനങ്ങനെ കുതിച്ച് അങ്ങനെ ചാടി അങ്ങനെ അയ്യടാ പോയടാ അങ്ങനെ ഒരേ താളത്തിൽ ഒരേ ഈണത്തിൽ അവരങ്ങനെ കടന്നു വരികയാണ്. ജലറാണി എനിക്ക് തോന്നുന്നു ഫിനിഷിംഗ് ചെയ്തു കഴിഞ്ഞു. അപ്പോഴും കായൽമണി ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി അവരുടെ വാശിയും വീറുമൊക്കെ ഒട്ടും തന്നെ ചോർന്നു പോകാതെ ആ കായൽമണിയും അങ്ങനെ കടന്നു വരികയാണ്. ഇതൊരു മത്സരമല്ല മക്കളെ, മത്സരത്തിൽ അവർ തോറ്റുകളും അങ്ങനെ ഒപ്പത്തിനൊപ്പം മാറ്റിവെച്ചുകൊണ്ട് കടന്നു വരികയാണ്. ആര് വിജയിക്കും ആര് പരാജയപ്പെടുമെന്ന് ഒരിക്കലും നമുക്ക് പ്രവചിക്കാനാവാത്ത വിധത്തിൽ വാശിയേറിയ നിമിഷങ്ങൾ ഈ കൈയപ്പൂർ കായലിൽ നൽകിക്കൊണ്ട് രണ്ട് വഞ്ചികളും ഒപ്പത്തിനൊപ്പം കടന്നു വരുമ്പോൾ ഇടിമുഴക്കങ്ങൾ ഉണ്ടാകുന്നു, പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നു, ആവേശത്തിന്റെ തിരയിറക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കായൽ കൊമ്പൻ ഒന്നാമത്തെ ട്രാക്കിലൂടെ രണ്ടാമത്തെ ട്രാക്കിലൂടെ ചുള്ളിക്കാടനും ആര് പരാജയപ്പെടും ആര് വിജയിക്കും ഇനിയും സമയമുണ്ട്. ഒരു ഇടിവെട്ടിന്റെ ഒരു പിണറിന്റെ അതെ ഒപ്പത്തിനൊപ്പം കട്ടക്കികത്തെ രണ്ട് വഞ്ചികളും കായൽ കൊമ്പനാണോ അതോ ചുള്ളിക്കാടനാണോ വിജയിക്കുക? ഇനിയും പറയാൻ സാധിക്കാത്ത വിധത്തിൽ ഒപ്പത്തിനൊപ്പമുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് രണ്ട് വഞ്ചികളും കടന്നു വരുന്ന ആവേശകരമായിട്ടുള്ള ഒരു പോരാട്ടം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് കൈയടിച്ച് ഒന്നാവേശം കൊടുക്ക്. ഒരു ഫൈനൽ മത്സരത്തിന്റെ എല്ലാ വീറും വാശിയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മത്സരം. ഒപ്പത്തിനൊപ്പം കായൽ കൊമ്പനും ചുള്ളിക്കാരനും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആവേശകരമായിട്ടുള്ള ഒരു കാഴ്ച. കായൽ കൊമ്പനാണോ ചുള്ളിക്കാരനാണോ ആര് വിജയിക്കും ആര് പരാജയപ്പെടും? ഇനിയും സമയമുണ്ട്. രണ്ട് വഞ്ചിയിലെയും അമരക്കാര് എഴുന്നേറ്റ് നിന്ന് കുത്തിക്കൊണ്ട് ആവേശത്തോടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിനെ മുത്തമിടുന്ന കാഴ്ച. കായൽ കൊമ്പനാണോ അതോ ചുള്ളിക്കാടനാണോ? ട്രാക്കിലൂടെ നമ്മുടെ കടവനാട് ഭാഗത്തൂടെ വരുന്നത് കായൽക്കുതിരയാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ട്രാക്കിലൂടെ കായൽക്കുതിരയും രണ്ടാമത്തെ ട്രാക്കിലൂടെ വജ്രയും കടന്നു വരികയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ട്രാക്കിലൂടെ നടുവിലെ ട്രാക്കിലൂടെ കടന്നു വജ്ര ഒരല്പം മുന്നിലാണോ? ഇല്ല, ഒന്നാമത്തെ ട്രാക്കിലൂടെ കടവനാട് ഭാഗത്തൂടെ പച്ച നിറത്തിലുള്ള ജേഴ്സി അണിഞ്ഞ്. അപ്പോ നമുക്കറിയാം ഏത് അല്ലേ, നമുക്ക് നമ്മുടെ നാവ് തെറ്റുപറ്റും പിഴപറ്റും. അപ്പൊ അതൊക്കെ ഒന്ന് ക്ഷമിക്കാനും പരിഹരിക്കാനും നമ്മുടെ ഈ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. അവർ ഉടനെ തന്നെ എന്നോട് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് തിരുത്താൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ഒന്നാമത്തെ ട്രാക്കിലൂടെ ആ പച്ച ജേഴ്സി അണിഞ്ഞ് വജ്രയുടെ ഒന്നാമത്തെ ട്രാക്കിലൂടെ കായൽക്കുതിര ഒന്നാമത്തെ ട്രാക്കിലൂടെ കായൽക്കുതിര കടന്നു വരുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിലൂടെ വജ്രയും
ചീറ്റപ്പുലിയെ പോലെ കുതിച്ച് 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 തുഴകളിൽ യന്ത്രം ഘടിപ്പിച്ച ജഡ്ജികളൊക്കെ ഒരേ സ്വരം, ഒരേ താളം, ഒരേ ലക്ഷ്യം. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഫിനിഷിംഗ് പോയിന്റ് മാത്രമാണ്. അങ്ങനെ കായൽ കുതിര അങ്ങനെ കുതിച്ച് 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 ചാടി 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 പറന്ന് 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 ഒപ്പത്തിനൊപ്പം കട്ടെ കട്ടെ ഈണത്തില് കാണികളെ നിങ്ങളൊന്ന് കാണൂ. ഇത് ജഡ്ജസിന്റെ കണ്ണുകൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഉജ്ജ്വലമായ പ്രൗഢമായ പ്രജ്വലമായ ഒരു മത്സരമാണ്. ഒന്നാമത്തെ ട്രാക്കിലൂടെ രണ്ടാമത്തെ ട്രാക്കിലൂടെ സൂപ്പർ സെറ്റും കടവനാടിന്റെ മിഖായേലും നവരശ്മി സ്പോർട്സ് ക്ലബ് പാടത്തങ്ങാടിയുടെ സൂപ്പർ സെറ്റും കടന്നു വരുന്ന ആവേശകരമായിട്ടുള്ള രണ്ടാം സെമി ഫൈനൽ മത്സരം അങ്ങ് ഏകദേശം പകുതിയോളം ദൂരം പിന്നിട്ടുകൊണ്ട് ഒപ്പത്തിനൊപ്പമാണോ അതോ കട്ടയ്ക്ക് കട്ടെ ആവേശകരമായിട്ടുള്ള രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ മിഖായേൽ, അതെ ഒരു മാലാഖയുടെ നാമധേയത്തിലുള്ള മിഖായേൽ, ആരോഹ റോബർട്സ് കടനാടിന്റെ മിഖായേൽ കടന്നു വരുമ്പോൾ നവരശ്മി സ്പോർട്സ് ക്ലബ് പാടത്തങ്ങാടിയുടെ സൂപ്പർ സെറ്റും കടന്നു വരുന്ന ആവേശകരമായിട്ടുള്ള ഒരു മത്സരം. ഒപ്പത്തിനൊപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്പം മുമ്പിലാണ് മിഖായേൽ. മിഖായേൽ അല്പം മുമ്പിലാണെന്ന് പറയാൻ സാധിക്കും. പക്ഷേ ഇനിയും സമയമുണ്ട്. എന്റെ സൂപ്പർ സെറ്റ് നീ ഒന്ന് കേറി വാ, അടിച്ച് കേറി വാടാ മക്കളെ എന്ന് പറഞ്ഞ പോലെ ഒപ്പത്തിനൊപ്പം വാട്ടർ റേസ്, വാട്ടർ സൂപ്പർ പെർഫോമൻസ്. എന്തൊരു മത്സരം! ഇരു കരകളിലെയും കാണികളെ രോമാഞ്ച കണ്ടുമണിയിച്ചുകൊണ്ട് അവരങ്ങനെ മിഖായേലും സൂപ്പർ സെറ്റും മിഖായേലും കടന്നു വരുന്നു. മിഖായേല് സൂപ്പർ സെറ്റ് രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ അവരങ്ങനെ ആവേശകരമായിട്ടുള്ള ഒരു പോരാട്ട വീര്യം നടത്തിക്കൊണ്ട് കടന്നുപോയി. മിഖായേലും സൂപ്പർ സെറ്റും തമ്മിലുള്ള മത്സരം. തോട്ടിൽ വെച്ചിട്ട് ഐസില് ഫസ്റ്റ് സെക്കൻഡ് കയറി ആവേശകരമായ യുവരാജ സഖാവ് കൊരട്ടിയിൽ കുഞ്ഞിരാമൻ സ്മരണാർത്ഥം വീട്ടുരുചി വനിതാ ഹോട്ടൽ കടവനാടിന്റെ യുവരാജ യൂത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വീരപുത്രൻ. ഈ വീരപുത്രനും യുവരാജയും തമ്മിലുള്ള ഉജ്ജ്വലമായ ഒരു മത്സരമാണ്. BN കായലിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വീരപുത്രൻ ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിലൂടെ യുവരാജ യൂത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വീരപുത്രൻ അജയൻ ക്യാപ്റ്റനായിട്ടുള്ള വിഷ്ണു ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള നൌഷാദ് അമരം നയിക്കുന്ന 2023 ഇറങ്ങിയ വഞ്ചി കടവനാട് സെക്കൻഡ് കരസ്ഥമാക്കി, പടിഞ്ഞാറേക്കര ഫസ്റ്റ് കരസ്ഥമാക്കി. 2024 BM ജലോത്സവത്തിൽ ഇക്കഴിഞ്ഞ ചതയം നാളിൽ BN കായലിൽ നടന്ന ജലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഈ വീരപുത്രൻ ഇതാ ജൂനിയർ കായൽ കുതിരയും മിഖായേലും വീരപുത്രനുമായി മുട്ടി. ആ വീരപുത്രൻ, ആ വീരചരിതം രചിച്ച വീരപുത്രൻ ഇതാ കടവനാടിന്റെ ചരിത്രം കുറിക്കുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. യുവരാജയും വീരപുത്രനും തമ്മിലുള്ള ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിന്റെ നേർക്കാഴ്ചയാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നല്ല മത്സരം. എനിക്ക് തോന്നുന്നു ആ വീരപുത്രന്റെ അമരക്കാരൻ നൌഷാദ് നിന്ന് തുടങ്ങി കോരിക്കൊണ്ട് അങ്ങനെ പാഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുമ്പോൾ അങ്ങനെ ചുവന്ന നിറത്തിലുള്ള ജേഴ്സിയൊക്കെ അണിഞ്ഞ് ആ യുവരാജ ചുവന്ന നിറത്തിലുള്ള വഞ്ചിയൊക്കെ അണിയിച്ചൊരുക്കി അവരും അങ്ങനെ ആടിയും പാടിയും വരുമ്പോൾ വീരപുത്രൻ ഒരു വീരേതിഹാസം രചിക്കാൻ ആ പുത്രൻ അങ്ങനെ കടന്നു വരുമ്പോൾ അതാ തൊട്ടു പുറകെ തന്നെ അവരുടെ ആവേശം ഒട്ടും തന്നെ ചോർന്നു പോകാതെ അതാ യുവരാജാവും തമ്മിലുള്ള ഒരു ഉജ്ജ്വലമായ ഒരു പോരാട്ടമാണ് നമ്മുടെ കൺമുന്നിലൂടെ കടന്നു വരുന്നത്. ഇതാ പിടിച്ചു കെട്ടുവാൻ കഴിയാത്ത വിധത്തിൽ പറന്ന് വരുന്ന ഈ കുതിരയെ ജോണി വാക്കർ പിടിച്ചു കെട്ടാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് പറക്കും കുതിര അതിന്റെയൊക്കെ അമരക്കാരൻ ഷഹീർ ആഞ്ഞു കുത്തി കോരി എറിഞ്ഞുകൊണ്ട് വെള്ളത്തുള്ളികളിൽ വിസ്മയം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ജോണി വാക്കറിന്റെ അമരക്കാരൻ
പറന്ന് കുതിച്ച് ഒരു ചീറ്റ പുലിയെ പോലെ അങ്ങനെ 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 മിന്നൽ പിടർ സൃഷ്ടിച്ചുകൊണ്ട് കാലത്തിന്റെ ഘടികാരം നിശ്ചലമാകുന്ന സമയം ഇത് കാലത്തിന്റെ ഘടികാരം നിശ്ചലമാകുന്ന സമയം ഇതോ ഇറക്കും കുതിര ജോണി വാക്കർ ഇറക്കും കുതിര നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി ആ മൂന്നാം കുറ്റിയുടെ സൈഡിൽ നിൽക്കുന്ന അവരെ കൊന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ആ മത്സരത്തിനുള്ള ഒരു വീതി ഒരുക്കി കൊടുക്കണം. ഒരുപാട് തവണ പറഞ്ഞതാണ്. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയലില്ല. ഇനി പ്രിയ സഹോദരങ്ങളെ, പോലീസ് ഓഫീസേഴ്സ് അവിടേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ വേഗത്തിൽ തന്നെ അവിടെ നിന്ന് മാറണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മണിക്കൊമ്പനും കായൽ കുതിരയും തമ്മിലുള്ള ആവേശകരമായ ഒരു പൊരിഞ്ഞ പോരാട്ടം അങ്ങ് പകുതിയോളം ദൂരം പിന്നിട്ടുകൊണ്ട് മണിക്കൊമ്പനാണോ, ന്യൂ ക്ലാസിക് ക്ലബിന്റെ മണിക്കൊമ്പനാണോ, ഗൾഫ് ബ്രദേഴ്സ് ഹെയർ ഫിക്സിംഗ് സ്പോൺസർ ചെയ്യുന്ന ഫാസ്റ്റ് പുറങ്ങ പള്ളിപ്പടിയുടെ കായൽ കുതിരയാണോ, ഒപ്പത്തിനൊപ്പമുള്ള ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് കായൽ കുതിരയും മണിക്കൊമ്പനും ആഞ്ഞു വെട്ടി അതാ ജലാശയങ്ങളിൽ തീരങ്ങളിൽ ഇടിമുഴക്കം സൃഷ്ടിച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പം മണിക്കൊമ്പനും കായൽ കുതിരയും ആര് വിജയിക്കും, ആര് പരാജയപ്പെടും, ഇനിയും പ്രവചിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഒപ്പത്തിനൊപ്പമുള്ളൊരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഒരു ഫൈനൽ മത്സരത്തിന്റെ എല്ലാ വീറും വാശിയോടും കൂടി തന്നെ ഒരു സെമി ഫൈനൽ മത്സരം കായൽ കുതിരയും മണിക്കൊമ്പനും അങ്ങനെ ആ ഫിനിഷിംഗ് പോയിന്റിനെ മുത്തമിട്ടുകൊണ്ട് കടന്നു പോകുന്ന ഒരു കാഴ്ച. കേറാതെ വഞ്ചി മുങ്ങരുത്. വഞ്ചി മാറ്റണം, കാരണം അടുത്ത മത്സരം അവിടെ ആരംഭിക്കുകയാണ്. പൊരിഞ്ഞ മത്സരം ഇങ്ങനെ നടക്കുമ്പോൾ വൈദ്യുത കല്ലുപോലെ തിളങ്ങുന്ന ആ രണ്ട് വള്ളങ്ങൾ പുഴയോളങ്ങളെ കീറിമുറിച്ച് പാഞ്ഞെടുക്കുന്ന ആ പടക്കുതിരകളെ പോലെ കാണികളുടെ നെഞ്ചിടിപ്പ് പോലും തകിടം മറിക്കുന്ന പോർച്ചുഗാരുടെ പങ്കായത്താളം, ആ പങ്കായത്താളം നിങ്ങളുടെ മനസ്സുകളിലേക്ക് കേൾക്കുന്നില്ലേ? ആവേശത്തോടെ കാത്തിരുന്ന താളം. ഈ താളമല്ല നിങ്ങൾ കേട്ടത്. ഒന്നാമത്തെ ട്രാക്കിലൂടെ കടവനാടിന്റെ വിരുമാറിലൂടെ ചുള്ളിക്കാടൻ കടന്നു വരുമ്പോൾ നടുവിലെ ട്രാക്കിലൂടെ ജലാണി കടന്നു വരികയാണ്. അങ്ങനെ ജലാണിയും ചുള്ളിക്കാടനും തമ്മിലുള്ള ഒരു സെമി ഫൈനൽ മത്സരം, അത് ഒരു ഫൈനൽ മത്സരത്തിന്റെ പ്രതീതി ഉണർത്തിക്കൊണ്ട് ജനങ്ങളെ ആവേശത്തിലേക്ക് ആടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചുള്ളിക്കാരനും അങ്ങനെ വരികയാണ്. ഹലോ അങ്ങനെ ഉജ്ജ്വലമായ ഒരു പോരാട്ടം. പ്രവചിക്കാനാവാത്ത വിധത്തിലുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കായൽ കുതിര ജൂനിയർ ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോ വീരപുത്രൻ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോ മിഖായേൽ മൂന്നാമത്തെ ട്രാക്കിലൂടെയും കടന്നു വരുന്ന ഒപ്പത്തിനൊപ്പമുള്ള മത്സരം. അതെ, എന്റെ പ്രിയപ്പെട്ട ക്യാമറ ചേട്ടന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒപ്പത്തിനൊപ്പമുള്ള ഒരു മത്സരം തന്നെ കാഴ്ചവെച്ചുകൊണ്ട് ഒരു ഫൈനൽ മത്സരം. അതെ, ആരാണ് പരാജയപ്പെടുക, ആരാണ് വിജയിക്കുക, ഒരിക്കലും പ്രവചിക്കാനാവാത്ത വിധത്തിൽ വാട്ട് എ റേസ്, വാട്ട് എ വണ്ടർഫുൾ റേസ്. കായൽ കുതിര ജൂനിയർ ആണോ, വീരപുത്രനാണോ, മിഖായേലാണോ? ഇനിയും സമയമുണ്ട്. ഒരു അട്ടിമറി ജയത്തിന് വേണ്ടി, ഒരു അട്ടിമറിക്ക് വേണ്ടി വീരപുത്രനും മിഖായേലും കായൽ കുതിര ജൂനിയറും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ട് ആ ഫിനിഷിംഗ് പോയിന്റിനെ മുത്തമിടാൻ വേണ്ടി കടന്നു വരുന്ന ആവേശകരമായിട്ടുള്ളൊരു കാഴ്ച. അങ്ങനെ ഒന്നാമത്തെ ട്രാക്കിലൂടെ മൂന്നാമത്തെ ട്രാക്കിലുള്ള വഞ്ചി അങ്ങനെ ഫിനിഷ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിലൂടെയും ഒന്നാമത്തെ ട്രാക്കിലൂടെയുമുള്ള വഞ്ചി ഒപ്പത്തിനൊപ്പം കട്ടയ്ക്ക് അവരങ്ങനെ മത്സരിച്ച് ആവേശം ഒട്ടും ചോർന്നു പോകാതെ ഇതൊരു ഫൈനൽ മത്സരമാണ്. അതെ, ഞങ്ങൾ
പോരാട്ടങ്ങൾ ഉള്ളതുകൊണ്ട്